അമ്മേ, എന്റെ മോള് പേടിക്കണ്ട. ഈ നാട്ടുകാർ മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ പോയി അയാളെ, എന്റെ അച്ഛൻ തന്നെയല്ലേ, ഞാൻ പോയി കാണാം. സ്വന്തം മോള് നേരിൽ വന്നാൽ ചിലപ്പോ നമ്മൾ ആരാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലോ. നാട്ടുകാർ മുഴുവൻ അളയിരിക്കുക. இந்த 4 പശങ്ക് വിചാരിച്ച് ഏതാ നടക്കുമാ? അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. നീ പോയി വിളിച്ചോണ്ട് വാ. അന്നേ രാജു സാർ. മുത്തു, എന്താ മുത്തു? റോയ് സാറ് വിളിക്കുന്നു. എന്തിനാ? അതല്ല അപ്പഴേ சொல்றேன். വേഗം വാങ്ങോ. വാലുണ്ണി, അനിലേ, അലക്സേ, റോയ് ചായ വിളിക്കുന്നു. വാ. കേൾക്കുമ്പോഴാലോചിക്കണം. അതാ പിള്ളേര് വരുന്നുണ്ട്. എന്താ റോയ് ചായ? എന്താ പ്രശ്നം? എന്തിനാ മടിക്കുന്നത്? പറഞ്ഞു കൊടുത്താട്ടെ. ആരും വിഷമിക്കരുത്, ഭയപ്പെടുകയും ചെയ്യരുത്. പ്രായിക്കരെ അപ്പം മരിച്ചു. എപ്പോ? ഇന്ന് രാവിലെ. കുട്ടപ്പാച്ചൻ അറിഞ്ഞു? ഇല്ല. നിങ്ങൾ അങ്ങേയറ്റം നമ്പിയിരിക്കുന്ന കുട്ടപ്പായുടെ തനിക്കൊണം നിങ്ങൾക്കറിയില്ല. ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ മുതലാളി. രാജു, നീ വന്നേ. രാജു, എനിക്കിതിൽ ഇടപെടേണ്ട കാര്യമില്ല. എന്റെ അനിയന്മാരാകാനുള്ള പ്രായമേ നിങ്ങൾക്കുള്ളൂ. ആ സഹതാപം വെച്ച് പറയുകയാണ്. നിങ്ങൾ 4 പേരുമാണ് ഇപ്പൊ പ്രതികൾ. കുട്ടപ്പായുടെ പേര് കേസൊന്നുമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എന്തോ പ്രേരണക്കുറ്റം, അത്രയേ ഉള്ളൂ. പോലീസ് നിങ്ങളെ തിരക്കി ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഒരാൾ ഫോണിൽ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഈ കാര്യം. കുട്ടപ്പായ്ക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നു. നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് സന്ധ്യയ്ക്ക് അവിടെ ആ പുലിവാലൊക്കെ ഉണ്ടാക്കിയത്. ചതിയാണ് കുഞ്ഞുങ്ങളെ ഇത്, ചതി. എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ പിടിച്ച് കൊലപാതകികളാക്കിയിട്ട് പോയി കിടന്നുറങ്ങുന്നു, കണ്ടില്ലേ? അച്ഛനെങ്കിലും ചെയ്യൂ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കങ്ങ് വിശ്വാസമല്ലേ? പോയി കിടന്നുറങ്ങ്. നേരം വെളുക്കുമ്പോ ബൂട്ടും തൊപ്പിയും കണി കാണാം. പിടി കിട്ടിയാ പിന്നെ ജീവപര്യന്തം കുറഞ്ഞ ശിക്ഷയില്ല, അറിയാമല്ലോ. ആ, എനിക്കെന്ത് കാര്യം? ഞാൻ അപ്പോഴേ മുതലാളിയോട് പറഞ്ഞതാ, യുവമാരോടൊന്നും പറഞ്ഞാൽ തലയെ കയറത്തില്ലാന്ന്. വളമത്തു രാജു. അല്ല പിന്നെ. ഈ പാതിരാത്രിക്ക് നമ്മളെ വിളിച്ചുണർത്തി ഇതുപോലൊരു കള്ളം പറഞ്ഞിട്ട് റോയ്ച്ചൻ എന്താ ഗുണം? ഇന്ന് രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. കുട്ടപ്പായച്ചാൻ ഫോണിന്റെ അടുത്തൊരു കറങ്ങി നടപ്പും, സ്വരം അടക്കി പിടിച്ച് ചില STD വിളികളും. ഇനിയിപ്പോ എന്താ ചെയ്യുക? ആ, നീ വാ. റോയ്ച്ചായ, ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കണം. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? വൈകുന്നേരം പോലീസ് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്താൻ ഇനി അധികം താമസമില്ല. ഒരാള് വിചാരിച്ചാലേ ഇനി നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. തേവർ, കുപ്പുസ്വാമി തേവർ. പക്ഷെ തേവർക്ക് വേണ്ടി നിങ്ങളും ചിലത് ചെയ്യേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാം. என்னது? ஊரே அவ வீட்டை சுத்தி காவலுக்கு நிக்குதா? அவ என்ன அவ்வளவு பெரிய ஆளா? ஏதோ அந்த பொண்ணு மேல ஒரு சின்ன ஆசை, அதை வச்சு 2 பேருமா என்ன ஏமாத்த பாக்குறீங்களா? பிச்சிரும் பிச்சு, ஜாக்கிரதை. മുതലാളി, സത്യം, മരിച്ചുപോയ എന്റെ അപ്പനാണ് സത്യം. അപ്പൻ മരിച്ചു പോയല്ലോ, പിന്നെ എന്താടാ സത്യം? മുതലാളി, ഞാൻ പറയുന്നു കേൾക്ക്. നമുക്ക് ആ പെണ്ണിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. അത്രയ്ക്ക് മോശമാണ് അവിടുത്തെ സ്ഥിതി. അഥവാ ഇനി പറ്റിയെന്ന് വെച്ചാൽ തന്നെ വെട്ടും കുത്തും കൊലപാതകവും ഉണ്ടാവും. ഞങ്ങൾക്ക് പിന്നെ ഈ നാട്ടിൽ നിൽക്കാൻ ഒക്കില്ല. இந்த பொய் சொல்றவெல்லாம் என்கிட்ட வச்சுக்காத, அப்புறம் நடக்கிறதே வேற. സത്യമാണ് മുതലാളി. ഞങ്ങൾ നുണ പറഞ്ഞ ആ പിള്ളേരെ ഇളക്കി വിട്ടിട്ടുണ്ട്. അവരെന്തും ചെയ്ത് ആ പെണ്ണിനെ കൊണ്ടുവരും. ആ, പെണ്ണിനെയും കൊണ്ട് മുതലാളി രാത്രി തന്നെ സ്ഥലം വിട്ടോണം. എന്റെ ലോഡ്ജി വന്ന് ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് ഇനിയിപ്പൊ കേസ് വന്നാലും അത് അവന്മാരുടെ തലയിലിരിക്കും. டேய், நீங்க 2 பேரும் ஒன்னா நம்பர் ஃப்ராடுன்னு எனக்கு தெரியும். இருந்தாலும் ஒரு தடவை நம்புறேன். விடியறதுக்குள்ள அந்த பொண்ணு என் இடத்துக்கு வந்தாகணும், இல்ல 2 பேரையும் வெட்டிடுவேன். தேவரை பத்தி தெரியல, ஜாக்கிரதை. டேய், உனக்கு சேர்த்து தான்டா சொல்றேன். பணமரம் மாதிரி நிக்கிறான் பார். ഇയാൾ ആ പെണ്ണിനെയും കൊണ്ട് പോകും.
നീ പോയി കാറിനകത്തിരിക്കുന്ന പെട്രോൾ എടുത്തോളൂ. വെളിയിലെന്തോ ശബ്ദം കേൾക്കുന്നു. அவன்மாരെ കാണുന്നില്ലല്ലോ மத்தாயி. அந்த பொண்ணு இழுத்துட்டு வரனே நம்ம பசங்க வீராப்பா போனானுங்களே, எங்கடா அவனுங்களை இன்னும் காணோம்? மறுபடியும் ஏமாத்தலான்னு பாக்குறீங்களா? ആ പിള്ളേർ അവളെ കൊണ്ടുവരാതിരിക്കില്ല മുതലാളി. അത് അവന്മാരാണ് തോന്നുന്നു. ஆஹா, வந்தாச்சா? வேலை கூட்டு போங்கடா. അയ്യോ അച്ഛാ, ഇവിടെ നിർത്തിയാൽ അവിടെ ആ കൂടെ പ്രശ്നമായിരിക്കുമോ മുതലാളി? நிறுத்துறா, ரொம்ப நாள் ஆசை. வேலை கூட்டு போங்கடா. ഇവിടെ പുറത്തു നിർത്തണ്ട, മുകളിലോട്ട് കൊണ്ടുപോ. ആരാ? രാജു, അനിലേ, ആരാ നോക്കേ? ആ വരുന്നു. ആരാ? ആരാ? ആ ചോദിച്ചത് കേട്ടില്ലേ? അതെ, അമ്മിണി. അമ്മിണി, നീ ഇവിടെ എങ്ങനെ വന്നു? ഈ കാലം അത്രയും ഞാൻ നിങ്ങളെ വെറുത്തില്ല. പക്ഷേ ഇന്ന് 17 വർഷങ്ങൾക്ക് ശേഷം എന്നെ ഓർത്ത് തേടി വന്നത് ഇതിനായിരുന്നല്ലേ? മത്തായിയുടെ അവിടെ ഞാൻ അന്വേഷിച്ചു വന്നത് നിന്നെയായിരുന്നു. നീയായിരുന്നു അത്? അതെ. ശരീരം വിലയ്ക്ക് വാങ്ങാൻ വരുന്നവരെ 17 വർഷമായി ഞാൻ കണ്ടിട്ടുള്ളൂ. പറഞ്ഞ വില ഒക്കുമെങ്കിൽ ഏത് ശരീരം അവർ വാങ്ങും. സ്വന്തം മകൾക്ക് വില പറയാൻ വന്ന ഒരച്ഛനെ ഞാനിന്ന് കണ്ടു. അമ്മിണി, നീ എന്തോ പറയുന്നേ? നമ്മുടെ മോളെ വിൽക്കാതിരിക്കാൻ ഞാൻ എന്നെ വിൽക്കായിരുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നോട് പിണങ്ങുമ്പോ അശ്വതി എപ്പോഴും പറയും, ഞാൻ പോകും, അച്ഛൻ വരും, എന്നെ കൊണ്ടുപോകും എന്നൊക്കെ. ഞാനും അത് വിശ്വസിച്ചു. വെറുതെ ദേശീയായി പോയെങ്കിലും ഞാനും ഒരു പെണ്ണല്ലേ, വെറുതെ ആശിച്ചു. എനിക്കിനി അവളെ കാണണ്ട, എനിക്കിനി അവളെ കാണണ്ട. അവൾ എന്നെ പോലെ ആകുന്നത് എനിക്ക് സഹിക്കില്ല. എല്ലാവരുടെ കടങ്ങളും അവളൊന്ന് വീട്ടു. ആ ജന്മം കൊണ്ട് ഇനി ഒരു പ്രയോജനമില്ല. ഒരു ഉപകാരം ചെയ്യാമോ? എനിക്കതിന് കഴിയില്ല. പോകുന്നതിന് മുൻപ് അവളെ കൊന്നുകളയൂ. ഞാൻ ഇന്ന് വരെ ഒന്നും ചോദിച്ചിട്ടില്ല. എന്റെ മകളെ രക്ഷിക്കൂ.